الحمد لله وحده والصلاة والسلام على من لا نبي بعده. وحج حجة الوداع قارنا ووقف الجمعة فيها آمنا وأنزلت في اليوم بشرى لهم اليوم أكملت لكم دينكم وموت ريحانة بعد عوده والتسع عشن مدة من بعده. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله. أما بعد. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ, അവിടുത്തെ ചരിത്രം വിവരിക്കുന്ന ഉർജൂസത്തുൽ മിഇയയിൽ അതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെ വായിച്ചു കേട്ട വരികളിൽ വഹജ്ജ ഹജ്ജത്തുൽ വദാഇ ഖാരിനൻ വവഖഫൽ ജുംഅത ഫീഹാ ആമിനൻ, ഇമാം ഇബ്നു അബിൽ അസ്സ് ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജത്തുൽ വദാ എന്നറിയപ്പെടുന്ന വിടവാങ്ങൽ ഹജ്ജ് നിർവഹിച്ചു. ഖാരിനായിക്കൊണ്ടാണ് നിർവഹിച്ചത്. ഖാരിൻ എന്നാൽ ഹജ്ജ് 3 രൂപത്തിൽ നിർവഹിക്കാം. ഒന്ന് മുഫ്രദായി, ഇഫ്രാദായിക്കൊണ്ട് ഹജ്ജ് മാത്രം. രണ്ടാമത്തെ രൂപം ഖാരിനായിക്കൊണ്ട് ഹജ്ജും ഉംറയും ഒരുമിച്ച് ഒരേ ഹറാമിൽ, രണ്ടിനും ചില റുക്നുകൾ രണ്ടിനും കൂടി ഒന്ന് മാത്രം ചെയ്തുകൊണ്ട്. മൂന്നാമത്തേത്, അതാണ് ഇന്ന് പൊതുവെ ആളുകൾ നിർവഹിക്കുന്ന ഹജ്ജിന്റെ രൂപം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം, തമത്തുഇന്റെ രൂപം. അഥവാ ഉംറ നിർവഹിച്ച് മുടിയെടുത്ത് തഹല്ലുലാകും, ഇഹ്റാമിൽ നിന്ന് ഒഴിവാകും, ഇഹ്റാമിൽ പാടില്ലാത്തതൊക്കെ ചെയ്ത് പിന്നെ ദുൽഹിജ്ജ 8 വീണ്ടും ഇഹ്റാം ചെയ്ത് ഹജ്ജിൽ പ്രവേശിക്കും. തമത്തു, അതാണ് മൂന്നാമത്തെ രൂപം. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ബലിമൃഗത്തെ പുറത്തുനിന്ന് കൊണ്ടുവരാത്തവരോടെല്ലാം ആ ഹജ്ജിന്റെ രൂപമാണ് ചെയ്യാൻ പറഞ്ഞത്. എന്നാൽ ബലിമൃഗത്തെ കൊണ്ടുവന്നതുകൊണ്ട്, പുറത്തുനിന്ന് മദീനയിൽ നിന്ന് കൊണ്ടുപോയതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാരിനായിക്കൊണ്ടാണ് ഹജ്ജും ഉംറയും ഒരുമിച്ച് രണ്ടിനും കൂടി ഒരു ഹറാമായിക്കൊണ്ടാണ് നിർവഹിച്ചത്. വഖഫൽ ജുംഅത ഫീഹാ ആമിനൻ, വെള്ളിയാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്നത്. വഉൻസിലത് ഫിൽ യൗമി ബുശ്റാ ലക്കും അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ഇതാണ് ഈ കേട്ട 2 വരികൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിനെ കുറിച്ചാണ് ഈ വരികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹിജ്റക്ക് ശേഷം 10ാമത്തെ വർഷമാണ് ഹജ്ജ് നിർവഹിച്ചത്. ദുൽഖഅദ മാസം, ആ വർഷത്തെ അവസാനത്തെ മാസത്തിന് തൊട്ടു മുമ്പുള്ള ദുൽഖഅദ മാസത്തിൽ ഒരുപാട് ജനങ്ങളോടൊപ്പം ആണ്, ഒരുപാട് ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ ഹജ്ജിനുണ്ടായിരുന്നു. നബി ഹജ്ജിന് പോകുന്നു എന്നറിഞ്ഞതുകൊണ്ട് ധാരാളക്കണക്കിന് ആളുകൾ മദീനയിലേക്ക് വരികയുണ്ടായി. അങ്ങനെ നബിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് പോലെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ജാബിർ റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് റിവായത്ത് ചെയ്ത ഏറ്റവും പ്രസിദ്ധനായ സഹാബി. അദ്ദേഹത്തിന്റെ നബിയുടെ ഹജ്ജ് വിവരിക്കുന്ന ഹദീസ് വളരെ വലിയ ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മുന്നിലും പിന്നിലും വലത്തും ഇടത്തുമെല്ലാം നോക്കത്താ ദൂരത്തോളം ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ. നബിയുടെ കൂടെ നബിയുടെ മുഴുവൻ ഭാര്യമാർ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് പുറപ്പെട്ടിരുന്നു. അങ്ങനെ ദുൽഹുലൈഫയിൽ വെച്ച്, മദീനക്കാരുടെ മീഖാത്ത് അവിടെയാണ്, അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൽ പ്രവേശിച്ചു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുഗന്ധം പുരട്ടിക്കൊടുത്തു. നബിയുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കയിൽ അറുക്കാനുള്ള ബലിമൃഗങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ അൽ ഖസ്വ എന്നു പേരുള്ള ഒട്ടകപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടത്.
അതിനു മുകളിൽ ഇഹ്റാം ചെയ്യുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹജ്ജ ലാ റിയാ ഫീഹാ വലാ സുംഅ. അല്ലാഹുവേ, റിയാओ സുംഅത്തോ ഇല്ലാതെ ആളുകളെ കാണിക്കാനോ ആളുകളെ കേൾപ്പിക്കാനോ ആകാത്ത ഹജ്ജാക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ട്, അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. മുസ്ലിമീങ്ങൾ അതാ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന തൽബിയത്ത്, തൗഹീദിന്റെ തൽബിയത്ത് മുഴക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെടുകയാണ്. ഹജ്ജ് ഇത്തവണ പരിശുദ്ധമായ ഹജ്ജാണ്. അതിനു മുമ്പുള്ള ഹജ്ജുകളിൽ മുശ്രിക്കുകൾ ഹജ്ജിലുണ്ടായിരുന്നു, നഗ്നരായ തവാഫ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ വേളയായപ്പോൾ അതെല്ലാം നീങ്ങി, കാര്യങ്ങൾ ശുദ്ധമായി. അങ്ങനെ ആ ഹജ്ജിന്റെ തുടക്കത്തിൽ, ആ യാത്രക്കിടയിൽ സഹാബത്ത് എത്രമാത്രം നബിയിൽ നിന്ന്, നബിയുടെ കൂടെ ഹജ്ജ് ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങൾ പഠിക്കാനും ശ്രദ്ധിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ ഈ ഹജ്ജിന്റെ യാത്രക്കിടയിൽ അവർ പ്രസവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, 10 മാസം തികഞ്ഞ് പ്രസവിക്കാറായിട്ടുണ്ട്. എന്നിട്ടും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് പുറപ്പെട്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരോട് ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറഞ്ഞു. കാരണം ഹൈദോ അല്ലെങ്കിൽ പ്രസവരക്തമോ ഉണ്ടായാലും ഹജ്ജിന്റെയോ ഉംറയുടെയോ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് അത് തടസ്സമല്ല. തവാഫ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ശുദ്ധിയായാൽ പിന്നീട് നിർവഹിച്ചാൽ മതിയാകും. അങ്ങനെ മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പുറപ്പെട്ടു. സരിഫ് എന്ന സ്ഥലത്തെത്തി. അവിടെ വെച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ആർത്തവം ഉണ്ടായത്. അവർ പ്രയാസപ്പെട്ടു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടും പ്രയാസപ്പെടേണ്ടതില്ല, ബാക്കി കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു കൊള്ളുക, നിന്റെ ഉംറ ഹജ്ജിലേക്ക് പ്രവേശിപ്പിച്ചു കൊള്ളുക, ഉംറയാക്കേണ്ടത് ഹജ്ജിലേക്ക് പ്രവേശിപ്പിച്ചു കൊള്ളുക, നബിയെ പോലെ അങ്ങനെ ചെയ്യുക. ബാക്കിയുള്ളവരൊക്കെ ഉംറ നിർവഹിച്ച് മുടിയെടുത്ത് വീണ്ടും ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു. മാത്രമല്ല, ബലിമൃഗത്തെ പുറത്തുനിന്ന് കൊണ്ടുവരാത്ത എല്ലാവരോടും, സഹാബികളൊക്കെ അങ്ങനെയായിരുന്നു പൊതുവെ, അവരെല്ലാം ഹജ്ജ് നിയത്താക്കിയിട്ടായിരുന്നു വന്നത്. കാരണം ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറ ചെയ്യുന്നത് വലിയ തെറ്റായിട്ടാണ് ജാഹിലിയത്തിലെ അവരുടെ വിശ്വാസം. ഹജ്ജിന്റെ മാസങ്ങൾ, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഏതൊക്കെയാണ് ഹജ്ജിന്റെ മാസങ്ങൾ? ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ശവ്വാലിന്റെ അന്ന് തുടങ്ങും, ദുൽഹിജ്ജ 10 വരെ, ഒരു പെരുന്നാൾ തൊട്ട് അടുത്ത പെരുന്നാൾ വരെയാണ് ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ. ആ മാസങ്ങളിൽ ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹജ്ജിന്റെ ഇഹ്റാം കെട്ടി ഹജ്ജിൽ പ്രവേശിക്കാം. പക്ഷെ പിന്നെ ഇഹ്റാമിൽ കഴിയണം. പഴയ കാലത്തൊക്കെ ദൂരെ നിന്ന് ആളുകൾ ഹജ്ജിന് പുറപ്പെടുമ്പോൾ വളരെ നേരത്തെ പുറപ്പെടണം. അപ്പോൾ അവർക്ക് നേരത്തെ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് പുറപ്പെടാം. ആ മാസങ്ങളിൽ ഉംറ ചെയ്യാൻ പാടില്ല എന്നായിരുന്നു ജാഹിലിയത്തിൽ വിശ്വാസം. പാടില്ല എന്നല്ല, അത് കടുത്ത തെറ്റായിട്ടായിരുന്നു അവർ മനസ്സിലാക്കിയിരുന്നത്. ആ മാസങ്ങളിൽ ഹജ്ജിന് മാത്രമേ ഇഹ്റാം ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജാഹിലിയത്തിലെ ചിന്താഗതി പൊളിക്കുകയാണ്. സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ബലിമൃഗത്തെ പുറത്തുനിന്ന് കൊണ്ടുവരാത്തവരെല്ലാം ഹജ്ജ് മാറ്റി ഉംറ നിയത്താക്കുക. ഉംറ ചെയ്തു കഴിഞ്ഞാൽ മുടിയെടുത്ത് തഹല്ലുലാവുക, എന്നിട്ട് പിന്നെ ഹജ്ജിൽ പ്രവേശിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബത്തിന് പ്രയാസമായി. എങ്ങനെയാണ് ഞങ്ങൾ ബാക്കി ഇഹ്റാമിലുള്ള ആൾക്ക് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്ത് ഭാര്യമാരുമായി ബന്ധപ്പെട്ട് അതുപോലെ മുടിയെടുക്കുക, ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ഹജ്ജിലേക്ക് പ്രവേശിക്കുക എന്നവർക്ക് ആദ്യം സംശയമുണ്ടായി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാൻ അവരോട് തീർത്തു പറഞ്ഞു. അങ്ങനെ അവരെല്ലാം അത് അനുസരിച്ചു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് യമനിലായിരുന്നു. അലി യമനിൽ നിന്ന് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിൽ പ്രവേശിച്ചു. ദുൽഹിജ്ജ 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിലേക്ക് പോയി. 9 അറഫയിൽ നിന്നു. അറഫയിൽ വെച്ച് വാഹനപ്പുറത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് പ്രസംഗിച്ചു. അവിടെ വെച്ചാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിന്റെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് അത്. അതിലൂടെ ഈ ദീൻ പൂർത്തിയാക്കപ്പെട്ടു. അന്ന് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനല്ല. ആ ദിവസം ആ ആയത്ത് ഞങ്ങൾക്കായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങളതൊരു ആഘോഷ ദിവസമാക്കിയത് എന്നാണ് ഒരു യഹൂദി ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന് പറഞ്ഞത്. ഉമർ പറഞ്ഞു, എനിക്ക് ആ ദിവസം അറിയാം, വെള്ളിയാഴ്ച ദിവസമായിരുന്നു, അറഫാ ദിനത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുകയാണ് അത് ഇറങ്ങിയത്. രണ്ട് നിലക്കും അത് നമുക്ക് ഈദ് തന്നെയാണ്, വർഷാവർഷം ആവർത്തിക്കപ്പെടുന്ന ദിവസമാണ് അറഫ. അതുപോലെ ആഴ്ചയിലെ ഈദാണ് യൗമുൽ ജുമുഅ. ഇത് പ്രത്യേകമായ ഒരു ഈദ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ ഉമർ കരഞ്ഞു എന്ന് ചില റിവായത്തുകളിൽ കാണാം. ഇമാം ബിൻ കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഉമറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുത്തുവെന്ന് ആ ആയത്തിലൂടെ മനസ്സിലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഉമർ കരഞ്ഞത്. കാരണം ഈ ദീൻ എത്തിച്ചു തരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. ദീൻ പൂർത്തിയായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നബിയുടെ നിയോഗ ലക്ഷ്യം പൂർത്തിയായിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു എന്തിന് ഈ ലോകത്തേക്ക് നിയോഗിച്ചോ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ളത് നബിയുടെ വഫാത്താണ് എന്ന് ഉമറിന് മനസ്സിലായിരിക്കാം. അങ്ങനെ അറഫയിൽ നിന്ന് ദുൽഹിജ്ജ 9 രാത്രി 10 രാത്രി മുസ്ദലിഫയിലേക്ക് ചെന്നു. പിറ്റേന്ന് 10 മിനയിൽ ജംറയിൽ കല്ലെറിഞ്ഞു. ദുൽഹിജ്ജ 10 യൗമുൻ നഹറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിൽ വെച്ച് ജനങ്ങളോട് പ്രസംഗിച്ചു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം ദുൽഹിജ്ജ 10 അന്നാണ് ഹജ്ജിന്റെ ഏറ്റവും അധികം കർമ്മങ്ങളുള്ളത്. ആ ഹജ്ജിനിടയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഖുത്ബത്തുൽ വദാ, നബിയുടെ വിടവാങ്ങൽ പ്രസംഗം ഉണ്ടായത്. അതിലെ പ്രധാനപ്പെട്ട വരികൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. ഏത് ദിവസമാണിത്, ഏതു നാടാണിത് തുടങ്ങിയ ചോദ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചത്. നിങ്ങളുടെ രക്തവും അഭിമാനവും സമ്പത്തുമെല്ലാം ഈ ദിനത്തെക്കാൾ, അതുപോലെ ഈ നാട്ടിനേക്കാൾ എല്ലാം പവിത്രമാണ് അള്ളാഹുവിങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജാഹിലിയത്തിന്റെ സമ്പ്രദായങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തുടച്ചു നീക്കിയെന്ന് പ്രഖ്യാപിച്ചു. ജാഹിലിയത്തിന്റെ പകപോക്കലുകളോ പലിശയോ ഒന്നും തന്നെ ഇനി ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബലിമൃഗങ്ങളെ അറുക്കുകയുണ്ടായി. 100 ഒട്ടകങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു എന്നാണ്. 63 എണ്ണത്തെ നബിയുടെ കയ്യാൽ, ബാക്കി അലിയെ ഏൽപ്പിച്ചു. നബിയുടെ ഭാര്യമാർക്ക് വേണ്ടി നബി മാടിനെയായിരുന്നു, പശുവർഗത്തിൽപ്പെട്ട ബലിമൃഗത്തെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുടി എടുത്തപ്പോൾ ആ മുടി ആളുകൾക്ക് വിതരണം ചെയ്യുകയുണ്ടായി. കാരണം അതിൽ നിന്ന് ബറക്കത്തെടുക്കുക, നബിയുടെ ശരീരത്തിൽ നിന്ന് തബറുക്ക് ചെയ്യുക എന്നത് അനുവദിക്കപ്പെട്ട സംഗതിയാണ്. അത് മശ്റൂആണ്, സഹാബത്ത് അത് ചെയ്തിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങനെയുള്ള ശരീരത്തിലെ എന്തെങ്കിലും, അല്ലെങ്കിൽ നബി ഉപയോഗിച്ച വടിയോ മറ്റെന്തെങ്കിലുമോ ഇന്ന് ലോകത്ത് സഹിഹായ സനദോടെ ബാക്കിയില്ല. എവിടെയും, ലോകത്തെവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കാവുന്ന സഹിഹായ സനദോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലെ ഒരു ഭാഗവും തന്നെ ഇന്ന് ബാക്കിയില്ല. അതുപോലെ നബി ഉപയോഗിച്ച വടിയോ പാത്രമോ ഒന്നും തന്നെ സഹിഹായ സനദോടെ ബാക്കിയില്ല. അതുകൊണ്ട് ആ തബറുക്ക് എന്ന് പറയുന്നത് ഇനി പ്രായോഗിക തലത്തിലുള്ള ഒരു കാര്യമല്ല, മറിച്ച് അത് നമുക്ക് പഠിച്ചു മനസ്സിലാക്കാൻ മാത്രമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഉമിനീർ കൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കൊണ്ടോ ഒക്കെയുള്ള തബറുക്ക്, ബറക്കത്തെടുക്കുക എന്ന രീതി. ഒടുവിൽ തവാഫുൽ വദാ അഥവാ വിടവാങ്ങൽ തവാഫും നിർവഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി. അതിനു മുമ്പാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് ഒരു ഉംറ കൂടി നിർവഹിക്കാൻ ആഗ്രഹമുണ്ടായപ്പോൾ, നേരത്തെ ഉംറ കിട്ടാത്തത് കൊണ്ട് അവരെയും കൂട്ടി ഹറമിന് പുറത്തുപോയി ഉംറ നിർവഹിക്കാൻ സഹോദരൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അങ്ങനെ അബ്ദുറഹ്മാൻ ആയിഷ റളിയല്ലാഹു അൻഹയെ കൂട്ടി പുറത്തുപോയി. ആയിഷ റളിയല്ലാഹു അൻഹ മാത്രം ഉംറ നിർവഹിച്ചു. പിന്നീട് അവർ തിരിച്ചു പോവുകയുണ്ടായി. തിരിച്ചു പോകുന്ന വഴിയിൽ ഗദീർ ഖും എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് അവിടെ ഒരു അരുവി ഉണ്ടായിരുന്നു. ഗദീർ എന്നാൽ അരുവിയാണ്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രസംഗം പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമായി ഓർമ്മപ്പെടുത്തിയത് 2 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. ഖുർആനും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവും. നബിയുടെ കുടുംബത്തിന്റെ കാര്യം, നബി കുടുംബത്തെ ആദരിക്കുകയും അവർക്കുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. നബി കുടുംബത്തിനോട്, അഹ്ലുബൈത്തിനോടുള്ള ബാധ്യതകളൊക്കെ ഈ സീറയുടെ, നബി ചരിത്രത്തിലെ മുമ്പുള്ള ചില ദർസുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആരാണ് നബി കുടുംബം, അവരുടെ ബാധ്യത എന്താണ്, അവരുടെ ഉത്തരവാദിത്തം എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതുകൊണ്ട് ഗദീർ ഖും എന്ന പേരിൽ ഷിയാക്കൾ ഒരാഘോഷം വർഷാവർഷം കൊണ്ടാടാറുണ്ട്. ഇത് തെറ്റാണ്. അവരുടെ നബി കുടുംബത്തോടുള്ള സ്നേഹം അത് വ്യാജമാണ്. നബി കുടുംബത്തോട് യഥാർത്ഥ സ്നേഹമുള്ളത് അഹ്ലുസുന്നത്തിനാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ, നബി കുടുംബത്തെ അവരുടെ സ്ഥാനം വകവെച്ചു കൊടുത്തുകൊണ്ട് സ്നേഹിക്കുന്നവർ, പിൻപറ്റുന്നവർ അഹ്ലുസുന്നത്താണ്. അതല്ലാതെ ഷിയകളല്ല, റാഫിദികളല്ല. ഇവിടെ നിങ്ങൾ ഈ ഉർജുസയിൽ കേട്ട അടുത്ത വരിയിലുള്ള കാര്യം റൈഹാന റളിയല്ലാഹു അൻഹയുടെ മരണമാണ്. മൗതു റൈഹാന ബഅദ ഔദിഹി വ29 മുദ്ദതൻ മിൻ ബഅദിഹി. റൈഹാന റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയി വന്ന ശേഷം മരണപ്പെട്ടു എന്നാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമസ്ത്രീയായിരുന്നു, മാരിയയെ പോലെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ 9 പേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ജീവിച്ചു. 9 പേർ. ഒന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ ഹഫ്സ, ഉമ്മു ഹബീബ റംല റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ജഹ്ഷ്, ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യ, മൈമൂന ബിൻത് الحارث الهلالية, സൗദ ബിൻത് ജംഅ, ജുവൈരിയ ബിൻത് الحارث, സഫിയ ബിൻത് ഹുയൈ. ഈ 9 ഭാര്യമാർ. നേരത്തെ മരണപ്പെട്ട 2 ഭാര്യമാർ ആരൊക്കെയാണ്? ഖദീജയും സൈനബ് ബിൻത് ഖുസൈമ. ഈ 11 ഭാര്യമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ. ഈ 11 ഭാര്യമാരുടെ പേര് പഠിക്കാൻ ഒരു എളുപ്പവാചകം ഞാൻ മുമ്പ് സുൽസലാത്തയുടെ ദർസിൽ പറഞ്ഞു. എന്താണ്? ആര് പറയും? ഹജസ സഖറുൻ സമഅഹു, ഹജസ സഖറുൻ സമഅഹു. ഈ ഒരു വാചകം പഠിച്ചു വെച്ചാൽ നമ്മുടെ 11 ഭാര്യമാരുടെ പേരും നമുക്ക് ഹിഫ്ളാക്കാൻ എളുപ്പമാണ്. ഹജസ, ഒരാൾ സൂക്ഷിച്ചു. ആരാണ്? സഖറുൻ. സഖർ എന്നത് ഒരാളുടെ പേരാണ്, അറബികളിൽ വളരെ അറിയപ്പെട്ട ഒരു പേരാണ്. സമഅഹു, തന്റെ കാതിനെ അയാൾ സൂക്ഷിച്ചു, വേണ്ടാത്തതൊന്നും കേൾക്കാതെ സൂക്ഷിച്ചു. അർത്ഥമുള്ളൊരു വാക്യം തന്നെയാണത്. അത് പഠിച്ചു വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 ഭാര്യമാരുടെ പേര് പഠിക്കൽ എളുപ്പമാണ്. ഹജസ സഖറുൻ സമഅഹു. ഏതു ഭാര്യയാണുള്ളത്? ഹഫ്സ റളിയല്ലാഹു അൻഹ. ജീം ജുവൈരിയ. സായ് സൈനബ്, 2 സൈനബ്, സൈനബ് ബിൻത് ജഹ്ഷ്, സൈനബ് ബിൻത് ഖുസൈമ. സഖറുൻ സാദിൽ ആരാണുള്ളത്? സഫിയ ബിൻത് ഹുയൈ. ഖദീജ. റംല ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. സീൻ സൗദ ബിൻത് ജംഅ. മീം മൈമൂന ബിൻത് الحارث الهلالية. عين عائشة بنت الصديق رضي الله عنها. ഹാരാണ്? ഹിന്ദ് ഉമ്മു സലമ. മുസലമയുടെ പേരെന്താണ്? ഹിന്ദ് എന്നാണ്. ഹിന്ദ് ബിന്തു അബി ഉമയ്യ. ഈ 11 ഭാര്യമാരുടെ പേർ ഈ വാക്ക് പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമാണ്. ഹജസ സഖറുൻ സമഅഹു, ഹജസ സഖറുൻ സമഅഹു. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് പൂർത്തിയായി. നബിയുടെ ഹജ്ജ് നടക്കുന്നത് ഹിജറ 10ാമത്തെ വർഷം ദുൽഹിജ്ജ മാസത്തിലാണ്. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് എത്ര കാലമാണ്? മുഹറം, സഫർ, റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയുണ്ടായി. ഈ വഫാത്തിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് മുൻപ് പല അടയാളങ്ങളും അതിലേക്ക് സൂചന നൽകുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൂറത്തുൻ നസ്ർ അവതരിച്ചു എന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അത് നബിയുടെ മരണത്തെക്കുറിച്ചുള്ള വിളിയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചുള്ള അല്ലാഹുവിന്റെ അറിയിപ്പാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയാൽ, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്നത് നീ കണ്ടാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ, അല്ലാഹുവിന്റെ തസ്ബീഹും ഹംദും നടത്തുക, അവനോട് പാപമോചനം തേടുക, അവൻ ഏറെ തൗബ സ്വീകരിക്കുന്നവനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ റുകൂഇലും സുജൂദിലും ചൊല്ലുമായിരുന്നു, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. യതഅവ്വലുൽ ഖുർആൻ, ഖുർആൻ അനുസരിച്ചുകൊണ്ട്, കാരണം ഖുർആനിൽ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നോക്കൂ, തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും നടത്തുന്ന നിലയിൽ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകാൻ, അവിടുത്തെ അവസാനം, ജീവിതത്തിന്റെ അവസാനം തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും കൊണ്ട് നിറക്കാൻ,
അതുകൊണ്ട് ഈ സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. മറ്റൊരു സൂചനയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ റമദാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഒരു തവണയാണ് ഖുർആൻ മുദാറസ നടത്താറുണ്ടായിരുന്നതെങ്കിൽ, ഒരു തവണയാണ് ഖുർആൻ മുഴുവനായി ഓതി കേൾക്കാറുണ്ടായിരുന്നതെങ്കിൽ അവസാനത്തെ റമദാനിൽ എത്ര തവണ കേട്ടു? 2 തവണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ ഖുർആൻ ജിബ്രീലുമായി മുദാറസ നടത്തുകയുണ്ടായി. മൂന്നാമത്തെ അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ചെയ്യാറുണ്ടായിരുന്നത് മുമ്പുള്ള വർഷങ്ങളിൽ 10 ദിവസമാണ്, റമദാനിലെ 10 ദിവസം. എന്നാൽ അവസാനത്തെ റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 ദിവസം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായി. നോക്കൂ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോട് അടുക്കുമ്പോൾ അവിടുത്തെ ഇബാദത്തുകൾ കൂടുതൽ വർദ്ധിച്ചു എന്നാണ്. നേരത്തെ പോലെയല്ല, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇബാദത്തുകൾ വർദ്ധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിയോഗത്തെക്കുറിച്ച്, യാത്രക്ക് സമയമായി എന്നതിനെ കുറിച്ച് പല സൂചനകളും സഹാബത്തിന് വാക്കുകളിലൂടെ നൽകിയിരുന്നു. ഇവിടെ പല ഹദീസുകളിൽ നമുക്ക് ആ സൂചനകൾ കാണാം. ഹജ്ജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിതഅഖുദു മനാസികക്കും, നിങ്ങൾ നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചെടുക്കുക. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ഹജ്ജതി ഹാദിഹി, എന്റെ ഈ ഹജ്ജിനു ശേഷം ഇനി ഒരു ഹജ്ജ് എനിക്ക് നിർവഹിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. അതുപോലെ ഗദീർ ഖുമ്മിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ബഅദു അലാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഫഇന്നമാ അന ബശർ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. യൂശികു അൻ യഅതി റസൂലു റബ്ബി ഫഉജീബ്, എന്റെ റബ്ബിന്റെ ദൂതൻ എന്നെ വിളിക്കാൻ വരുന്ന സമയമടുത്തിരിക്കുന്നു. ഫഉജീബ്, അങ്ങനെ ഞാൻ ഉത്തരം നൽകി തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ജിബ്രീൽ എല്ലാ വർഷവും എനിക്ക് ഒരു തവണയാണ് ഞാനുമായി ഖുർആൻ കേൾക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഫഇന്നഹു ഖദ് ആറദനി ബിഹിൽ ആമ മറത്തൈൻ, ഈ വർഷം 2 തവണ ഖുർആൻ അത് ഓതി കേട്ടു. വലാ അറൽ അജല ഇല്ലാ ഖദ് ഇഖ്തറബ്, മോളെ ഞാൻ മനസ്സിലാക്കുന്നത് അവധി എത്തി എന്നാണ്, സമയമായി എന്നാണ്. ഫത്തഖില്ലാഹ വസ്ബിരി, അതുകൊണ്ട് നീ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും സബർ കൈക്കൊള്ളുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ വിളിച്ച്, ജീവിച്ചിരിക്കുന്ന മക്കളിൽ ഒരേ ഒരാൾ, പ്രിയപ്പെട്ട മകളെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുകയാണ്, ഫഇന്നി നിഅമ സലഫു അന ലക്, നിനക്ക് ഞാൻ എത്ര നല്ല സലഫാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ പോയ പിന്നീട് കണ്ടുമുട്ടുന്ന എത്ര നല്ല ആളെയാണ് ഞാൻ. ഇത് കേട്ടപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞത്. ഫാത്തിമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി ഇത് പറഞ്ഞു കൊടുത്തു എന്നാണ്. അതുപോലെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുകയും മുആദ് വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ നടന്ന് മുആദിന്റെ കൂടെ നടന്നു. മുആദ് വാഹനപ്പുറത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര അയച്ചുകൊണ്ട് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന് വസിയത്ത് നൽകിക്കൊണ്ടേയിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, ഓ മുആദ്, ഇന്നഹു അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഇനി അടുത്ത വർഷം നീ എന്നെ കണ്ടില്ല എന്ന് വരാം. വലഅൽ ولعلك أن تمر بمسجد هذا وقبري, എൻ്റെ ഈ മസ്ജിദിനരികിലൂടെ അതുപോലെ എൻ്റെ ഖബറിനരികിലൂടെ നീ കടന്നുപോയേക്കാം. فبكى معاذ جشعا بفراق رسول الله صلى الله عليه وسلم,
മുആദ് ബിൻ ജബൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിരിയേണ്ടി വരുമെന്ന വേർപാടോർത്ത് കരയുകയുണ്ടായി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ മറ്റൊരടയാളമാണ് ഹജ്ജത്തുൽ വദാഇന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് ചെല്ലുകയും എന്നിട്ട് അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരം എങ്ങനെയാണോ നിർവഹിക്കുക അതുപോലെ മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു. 8 വർഷങ്ങൾക്ക് ശേഷം അവരോട് വിടവാങ്ങൽ പറയുന്നത് പോലെ, അവരോട് യാത്ര പറയുന്നത് പോലെ, ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ടവരോടും യാത്ര പറയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ ഷഹീദായവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുകയുണ്ടായി. ഇതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുണ്ടായ രോഗം അവിടുത്തേക്ക് ആരംഭിക്കുന്നത്. ബഖീഅയിൽ ഒരു ജനാസയിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലവേദന ആരംഭിക്കുന്നത്. ആ തലവേദന പിന്നീട് കടുക്കുകയും അത് കടുത്ത പനിയായി മാറുകയും എല്ലാം ചെയ്തു. സഹാബത്തിന് വസ്ത്രത്തിന്റെ പുറത്തുകൂടെ കൈവച്ചാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ ചൂട് അനുഭവപ്പെടുമായിരുന്നു. അങ്ങനെ ഭാര്യമാരിൽ ഓരോ ദിവസം ഓരോരുത്തരുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് പോലെ ചെല്ലും. എന്നിട്ട് ഈ രോഗത്തിന്റെ പ്രയാസം ഉണ്ടായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു, അയ്ന അന ഗദൻ, അയ്ന അന ഗദൻ, ഞാൻ നാളെ ആരുടെ വീട്ടിലാണ്, നാളെ ഞാൻ എവിടെയാണ്. അതിലൂടെ നബിയുടെ ഭാര്യമാർക്ക് മനസ്സിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട്ടിൽ, നബിയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തന്നെ ഈ രോഗം അതിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്നു എന്ന്. അങ്ങനെ അവരുടെ സമ്മതത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തന്നെ അവസാനത്തെ ദിനങ്ങൾ കഴിച്ചുകൂട്ടി. അതിനിടയിൽ ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് ചെല്ലുകയും മിമ്പറിൽ കയറുകയും എന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുകയും ചെയ്തു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ മാ ബൈന അദ്ദുനിയ വമാ ബൈന ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. അല്ലാഹു ഒരു അടിമക്ക് തെരഞ്ഞെടുക്കാൻ അവസരം നൽകി, അള്ളാഹുവിന്റെ പക്കലുള്ളതും അതുപോലെ ദുനിയാവും, രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കുക. ഒന്നുകിൽ ദുനിയാവിൽ കാലാകാലം ജീവിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ചെല്ലാം. അപ്പോൾ ആ അടിമ അള്ളാഹുവിന്റെ പക്കലുള്ളത് തെരഞ്ഞെടുത്തു. ഇത് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയുണ്ടായി. കാരണം അബൂബക്കർ സിദ്ദീഖിന് മനസ്സിലായി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെയാണ് നബി പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ ലാ തബ്കി, അബൂബക്കർ താങ്കൾ കരയരുത്. ഇന്ന അമന്ന الناس علي في صحبته وماله അബൂബക്കർ, എനിക്ക് തന്റെ കൂട്ടുകൊണ്ടും സമ്പത്തുകൊണ്ടും അബൂബക്കറിനോളം ഉപകരിച്ച മറ്റാരുമില്ല. ولو كنت متخذا خليلا من امتي لاتخذت ابا بكر خليلا, ഞാൻ എന്റെ ഉമ്മത്തിൽ ഒരു ഖലീലിനെ തിരഞ്ഞെടുക്കുമെങ്കിൽ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കറിനെ ആയേനെ. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഖലീലാണ്. വലാകിൻ ഉഖുവത്തുൽ ഇസ്ലാമി വമവദ്ദതു, ഇസ്ലാമിന്റെ സഹോദര്യവും ഇസ്ലാമിന്റെ സ്നേഹവുമാണ് ഞാനും അബൂബക്കറും തമ്മിലുള്ളത്. ലാ യബ്ഖയന്ന ഫിൽ മസ്ജിദി ബാബുൻ ഇല്ലാ സുദ്ദ ഇല്ലാ ബാബു അബീ ബക്കർ, മസ്ജിദിലേക്ക് വരാനുള്ള എല്ലാ വാതിലുകളും അടക്കണം എന്ന് പറഞ്ഞാൽ സഹാബിമാർക്ക് അവരുടെ വീട്ടിലേക്ക് പുറത്തൊരു വാതിൽ എന്നതുപോലെ മസ്ജിദിലേക്ക് ഒരു വാതിലുണ്ടായിരുന്നു സഹാബിമാരിൽ പലർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയുള്ള എല്ലാ വാതിലുകളും അടക്കണം, അബൂബക്കറിന്റെ വാതിലൊഴികെ. അതിൽ അടുത്ത ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കണം എന്ന സൂചനയുണ്ട്. കാരണം ഖലീഫക്ക് മസ്ജിദിലേക്ക് ഇതുപോലെ എളുപ്പത്തിൽ വന്നു പോകാൻ സാധിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ രോഗത്തിന്റെ സന്ദർഭങ്ങളിൽ ഒന്നിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല വസീയത്തുകളും പറഞ്ഞിട്ടുള്ളത്. ഖബറുകൾ മസ്ജിദുകളാക്കുന്ന ആളുകളെ കുറിച്ചുള്ള ശക്തമായ താക്കീത്. ജരീർ ബിൻ അബ്ദുല്ലാഹ് അൽ ബജലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് നിങ്ങൾ കഴിഞ്ഞ ദർസിൽ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വഫാത്താകുന്നതിന് 5 ദിവസം മുൻപ് ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നതിനെ കുറിച്ച് താക്കീത് പറഞ്ഞു. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വതന യുഅബദ്, അല്ലാഹു എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ എന്ന് ദുആ ചെയ്തു. അതുപോലെ യഹൂദി നസ്രാനികളെ ഖബറുകളെ മസ്ജിദുകളാക്കുന്നതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയത്താണ്. അത് ഈ ഉമ്മത്ത് പാലിച്ചില്ല എങ്കിൽ പിന്നെ എന്താണ് ഈ ഉമ്മത്ത് പാലിക്കുക? അത് പാലിക്കാത്ത ഉമ്മത്തിന് എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക? അപ്പോൾ നോക്കൂ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസങ്ങളിൽ
പ്രയാസപ്പെട്ടെങ്കിലും മസ്ജിദിലേക്ക് വരികയും ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് രോഗം കലശലായി, അങ്ങനെ വരാൻ സാധിക്കാത്ത രൂപത്തിലായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബോധരഹിതനാകുമായിരുന്നു. ബോധം തിരിച്ചു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അപ്പോൾ ആളുകൾ സഹാബത്ത് പറഞ്ഞു, ലാഹും യന്തദറൂനക്, ഇല്ല നബി, അവർ അങ്ങേ കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ദഊലി മാഅൻ ഫിൽ മിഖ്ബർ, ഒരു പാത്രത്തിൽ എനിക്ക് കുളിക്കാനുള്ള വെള്ളം എടുക്കുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പാത്രത്തിൽ ഇരുന്ന് കുളിച്ചു. എന്തിനു വേണ്ടി? ഒരു ഉന്മേഷം വരാൻ വേണ്ടി. ബോധരഹിതനായാൽ നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്, നിർബന്ധമല്ല, പക്ഷെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാൻ ഒരുങ്ങിയപ്പോൾ വീണ്ടും ബോധരഹിതനായി വീണു. വീണ്ടും ഉണർന്നപ്പോൾ അതേ ചോദ്യം, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചു? സഹാബത്ത് പറഞ്ഞില്ല, അങ്ങേ കാത്തിരിക്കുകയാണ്. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വീണ്ടും കുളിച്ചു. വീണ്ടും എഴുന്നേൽക്കാൻ ഒരുങ്ങിയപ്പോൾ വീണ്ടും ബോധരഹിതനായി. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കർ സിദ്ദീഖിനോട് നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കാൻ പറയുക. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി നിന്നുകൊണ്ട് നിസ്കരിക്കുകയുണ്ടായി. അതിനിടയിൽ ഒരു നിസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സഹാബിമാരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് മസ്ജിദിലേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്ത് ആണ്, നബി ഇടതുഭാഗത്ത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം പിൻപറ്റി നിസ്കരിച്ചു. പിന്നിലുള്ളവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ട് നിസ്കാരം പൂർത്തീകരിച്ചു. ഇങ്ങനെ ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരുന്നു. പിന്നീട് വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന് ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കാൻ വരാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായി. സഹാബത്ത് റളിയല്ലാഹു അൻഹും ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അത് കണ്ടത് അവിടുത്തെ വഫാത്തിന്റെ അന്ന്, ആ തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അന്ന് സുബ്ഹ് നിസ്കാരത്തിന്റെ വേളയിലായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കുകയാണ്. ജനങ്ങളൊക്കെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു. സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹത്താ ഇദാ കാന യൗമുൽ ഇത്നൈൻ, തിങ്കളാഴ്ച ആയപ്പോൾ, വഹും സുഫൂഫുൻ ഫി സ്വലാഹ്, സഹാബത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ പിന്നിൽ സഫായി നിൽക്കുകയാണ്. فكشف النبي صلى الله عليه وسلم ستر حجرة عائشة رضي الله عنها. رسول الله صلى الله عليه وسلم عائشة رضي الله عنها മുറിയുടെ വിരി നീക്കി. യൻദുറു ഇലൈന, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളെ നബി നോക്കുകയാണ്. വഹുവ ഖായിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് നോക്കുന്നു. കഅന്ന വജ്ഹഹു വറഖതു മുസ്ഹഫിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഒരു മുസ്ഹഫിലെ പേജ് പോലെയുണ്ട്. ثم تبسم يضحك, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നോക്കി ചിരിക്കുകയുണ്ടായി. സഹാബത്ത് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ നിന്ന് പക്ഷേ ഇടതുഭാഗത്തുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അവർ തലചരിച്ച് നിസ്കാരത്തിൽ നോക്കുകയുണ്ടായി. ثم تبسم يضحك فهممنا أن نفتتن من الفرح برؤية النبي صلى الله عليه وسلم. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ കണ്ടുള്ള സന്തോഷത്തിൽ ഞങ്ങളുടെ നിസ്കാരം ആകെ ഫിത്നയിലായി പോകുമോ എന്ന് ഞങ്ങൾ പേടിച്ചു. ഫനകസ അബൂബക്കറിൻ അലാ അഖിബൈഹി ലിയസ്ല സഫ്, അബൂബക്കർ സിദ്ദീഖ് ഇത് കണ്ടപ്പോൾ പിന്നിലേക്ക് കാലുകൾ വെച്ച് സഫിലേക്ക് വന്ന് നിൽക്കാൻ ഒരുങ്ങി. നബി വരുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട്, നബി ഇമാമായി നിൽക്കാൻ വരുമെന്ന് വിചാരിച്ചു. وظن أن النبي صلى الله عليه وسلم خارج إلى الصلاة فأشار إلينا النبي صلى الله عليه وسلم أن أتموا صلاتكم. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തുടർന്നോളൂ എന്ന് ആംഗ്യം കാണിച്ചു. വഅർഖ സിത്ർ, എന്നിട്ട് ആ വിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂടി. ഫതൂഫിയ മിൻ യൗമി, ആ ദിവസമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. യഥാർത്ഥത്തിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസം വന്നിരുന്നു. പക്ഷെ നിസ്കാരത്തിന് വരാൻ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ശമിച്ചിരുന്നില്ല. നബി അബൂബക്കർ സിദ്ദീഖിന്റെ പിന്നിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് ആ നിസ്കാരം നിർവഹിക്കുന്ന സന്തോഷത്തിലാണ് അന്ന് ചിരിക്കുകയുണ്ടായത്. സഹാബത്ത് തലചരിച്ച് നിസ്കാരത്തിൽ നോക്കിയെന്നാണ്. നിസ്കാരത്തിൽ നോക്കേണ്ടത് ഖിബ്ലയുടെ സ്ഥാനത്താണ്. നമ്മൾ മുമ്പ് ഈ വിഷയം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ മറ്റു വല്ല അത്യാവശ്യങ്ങളും വന്നാൽ ഒരാൾ കണ്ണുകൾ കൊണ്ട് നോക്കുകയോ
തല ചരിച്ച് നോക്കുകയോ ചെയ്താൽ നിസ്കാരം ബാത്തിലാവുകയില്ല. പക്ഷേ ശരീരം ഒന്നാകെ ചരിച്ച് നോക്കാൻ പാടില്ല. അപ്പൊ ഖിബിലയിൽ നിന്ന് തെറ്റും. നോക്കേണ്ടത് ഖിബിലയുടെ സ്ഥാനത്താണ്. കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഒരാൾ കണ്ണുകൾ കൊണ്ടോ അല്ലെങ്കിൽ തലചരിച്ചോ നിസ്കാരത്തിലായിരിക്കെ മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയതുകൊണ്ട് നിസ്കാരം അത് ഫസാദാവുകയില്ല. ഈ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്തിന്റെ അന്ന് രോഗത്തിനൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സഹാബിമാരിൽ പലരും വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം ഏതാണ്ട് ശിഫായി എന്ന് വിചാരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് അന്ന് സുൻഹിലുള്ള മദീനയുടെ മുകൾ ഭാഗത്ത് ഖുബായുടെ ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വിവാഹം കഴിച്ചിരുന്നു. അവിടെയുള്ള ഭാര്യയുടെ അരികിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് പോയത് അതുകൊണ്ടായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമുണ്ട്, നബിക്ക് രോഗം ഏതാണ്ട് ശമിച്ചിട്ടുണ്ട്, ഇന്ന് കുറവുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയത്. പക്ഷേ നോക്കൂ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ അബ്ബാസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുത്തു എന്ന് മനസ്സിലായി എന്നാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് അലിയോട് പറഞ്ഞുവെന്ന് നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഇന്നി ലഅരിഫു ഉജൂഹ ബനി അബ്ദുൽ മുത്തലിബ് ഇൻദൽ മൗത്ത്. അബ്ദുൽ മുത്തലിബിന്റെ മക്കളുടെ മരണസമയത്ത് അവരുടെ മുഖം എങ്ങനെയാണെന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു? അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് ആ ലക്ഷണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് കാണുന്നത്. അത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അലിയോട് പറയുന്നത് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ആ രോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശമിച്ച് നബി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. ആ രോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ രോഗം തന്നെയായിരുന്നു. അങ്ങനെ ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ 11ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12-ന് പകൽ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്തിന്റെ വേദന, അത് മരണത്തിന്റെ വേദന വരികയാണ്. ആ വേദനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുന്നത് കൂടെ ഉണ്ടായിരുന്നവർ കാണുകയാണ്. ആ സമയത്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, വാ കർബ അബാഹ്, എന്റെ പാക്ക് എന്തൊരു പ്രയാസമാണ്, എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ സമയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ പറഞ്ഞു, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം. മോളെ, ഇന്ന് ഈ ദിവസം കഴിഞ്ഞാൽ ഇനി നിന്റെ ബാക്കി യാതൊരു പ്രയാസവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ മറദിഹി അല്ലദീ മാത ഫീഹി. നബി വഫാത്തായ രോഗവേളയിൽ അവിടുന്ന് പറഞ്ഞു, യാ ആയിഷ, ഓ ആയിഷ, ലാ അസാലു അജിദു അലമ അത്അാമി അല്ലദീ അകൽതു ബിഖൈബർ. ഖൈബറിൽ ഞാൻ കഴിച്ച ആ ഭക്ഷണത്തിന്റെ, വിഷം പുരട്ടിയ ഭക്ഷണത്തിന്റെ വേദന ഞാൻ ഇത് അനുഭവിക്കുന്നു. ഫഹാദ അവാനു വജത്തു ഇൻഖിതാഅ അബ്ഹുരി മിൻ ദാലിക സും. ആ വിഷം കാരണത്താൽ എന്റെ അബ്ഹുർ അത് മുറിഞ്ഞു പോകുന്ന സമയമാണിത്. അബ്ഹുർ എന്നാൽ പുറഭാഗത്തുള്ള ഒരു ഞരമ്പാണ് എന്നാണ്, ഹൃദയവുമായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഞരമ്പ്. അത് മുറിഞ്ഞാൽ ഒരാൾ മരണപ്പെടുമെന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിലേക്ക് തല ചായ്ച്ച് കിടക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ സമയത്ത് എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ വരികയുണ്ടായി. അബ്ദുറഹ്മാന്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു. നബിയുടെ ജീവിതത്തിൽ വളരെയധികം അങ്ങേയറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലിച്ചിരുന്ന സുന്നത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്തിരുന്നു എന്നത്. ഇത് അബ്ദുറഹ്മാന്റെ കയ്യിൽ നബി നോക്കുന്നത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് മനസ്സിലായി നബിക്ക് അത് വേണമെന്ന്. ഞാൻ ചോദിച്ചു, വേണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ എന്ന് പറഞ്ഞു. ഞാൻ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി രണ്ടായി പൊട്ടിച്ചു. എന്നിട്ട് അത് എന്റെ വായിലേക്ക് വെച്ച് കടിച്ച് അത് മിനുസപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിലേക്ക് വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ഭംഗിയായി അവസാന വേളയിൽ മിസ്വാക്ക് ചെയ്യുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹു എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ എന്റെ മടിയിൽ എന്റെ നെഞ്ചത്ത് തലവെച്ചുകൊണ്ട് എന്റെ ഊഴം വരുന്ന ദിവസമേതോ ആ ദിവസമാണ് വഫാത്തായത്. ഊഴം വച്ചിരുന്നെങ്കിൽ പോലും, മറ്റു ഭാര്യമാരുടെ അരികിൽ ചെന്നിരുന്നെങ്കിൽ പോലും അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഊഴം തന്നെയാണ്. ആ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എന്റെ നെഞ്ചത്ത് തലചായ്ച്ചുകൊണ്ട്, അതുപോലെ എന്റെ ഉമിനീരും
അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമിനീരും അള്ളാഹു അവസാനത്തെ സമയത്ത് ഒരുമിച്ച് ചേർക്കുകയുണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ, വെള്ളമുള്ള പാത്രത്തിൽ കൈമുക്കി അവിടുത്തെ മുഖം തടവിക്കൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണത്തിന് അതിനൊരു സക്കറാത്തുണ്ട്, അതിന്റെ ഒരു അനുഭവമുണ്ട്. ഒടുവിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയുറക്കുകയും എന്നിട്ട് ഫിർ റഫീഖിൽ അഅല, ഉന്നതരായ കൂട്ടുകാരുടെ കൂടെ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ അത് ചാഞ്ഞുപോവുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 11-ന് ദുഹ, അത് കടുത്ത സമയത്ത്, ഉച്ചയായിട്ടില്ല, അതിന് തൊട്ടു മുമ്പുള്ള സമയത്ത് വഫാത്താവുകയുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് അള്ളാഹു പടച്ച പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ്, ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും വിശിഷ്ടമായ ആ റൂഹ് അള്ളാഹുവിലേക്ക് യാത്രയാവുകയുണ്ടായി. ഒരു ദീനാറോ ദിർഹമോ സമ്പത്തോ കൊട്ടാരങ്ങളോ ഒന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ചിട്ടില്ല. മറിച്ച് ഈമാൻ, ഈ ഹിദായത്ത്, ഈ സന്മാർഗം, അതുപോലെ ഖൈറു ഉമ്മ, ശ്രേഷ്ഠരായ ഈ ഉമ്മത്തിനെ, ഈ ദീൻ നമുക്ക് ബാക്കി വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, لما كان اليوم الذي دخل فيه رسول الله صلى الله عليه وسلم المدينة أضاء منها كل شيء. അള്ളാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വന്ന അന്ന് മദീന മുഴുവൻ പ്രകാശപൂരിതമായി. فلما كان اليوم الذي مات فيه, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായ അന്ന് أظلم منها كل شيء, മദീന മുഴുവൻ ഇരുട്ട് നിറഞ്ഞു. وما نفضنا عن رسول الله صلى الله عليه وسلم الأيدي وإنا لفي دفنه حتى أنكرنا قلوبنا. അള്ളാഹുവിന്റെ റസൂലിനെ വഫാത്തായ ശേഷം ഖബറടക്കി അതിൽ നിന്ന് കൈയെടുത്തപ്പോഴേക്കും നമ്മുടെ ഹൃദയമാകെ നേരത്തെ ഉണ്ടായിരുന്ന നല്ല അവസ്ഥയിൽ നിന്ന് മാറി മറിഞ്ഞതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി വഫാത്തായപ്പോൾ പറഞ്ഞു, യാ അബതാഹ് അജാബ റബ്ബൻ ദആഹ്, യാ അബതാഹ് ജന്നത്തുൽ ഫിർദൗസി മഅവാഹ്, യാ അബതാഹ് ഇലാ ജിബ്രീല നൻആഹ്. ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉപ്പ, വിളിച്ച റബ്ബിന് താങ്കൾ ഉത്തരം നൽകിയിരിക്കുന്നു. ജന്നത്തുൽ ഫിർദൗസാണ് അങ്ങയുടെ സങ്കേതം. ജിബ്രീലിനെ ഇതാ ഈ മരണവിവരം ഞങ്ങൾ അറിയിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലമ്മ ദുഫിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അനസ്, ഓ അനസ്, അതാബത് അൻഫുസുകും അൻ തഹത്തു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ്. എങ്ങനെയാണ് നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് മുകളിൽ മണ്ണിട്ട് അത് മൂടാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത്? എത്ര പ്രയാസകരമായ കാര്യമായിരുന്നു അത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ മനസ്സിലാക്കി, ഇനി അല്ലാഹുവിന്റെ വഹിയില്ല, അല്ലാഹുവിന്റെ വഹി അത് മുറിഞ്ഞു പോയിരിക്കുന്നു, അത് നിലച്ചു പോയിരിക്കുന്നു. ഇനിയുള്ളത് ഇതുപോലൊരു മുസീബത്തിന് വരാനില്ല, ഇതുപോലൊരു നഷ്ടമിന് സംഭവിക്കാനില്ല. ഇനിയുള്ളത് ഫിത്നയുടെ കാലമാണ്, ഇനിയുള്ളത് കുഴപ്പങ്ങളുടെ കാലമാണ്. ദീനിൽ ആശയക്കുഴപ്പങ്ങളും അതുപോലെ ഭിന്നിപ്പുകളും ഉണ്ടായാൽ മടങ്ങിച്ചെന്ന് ചോദിക്കാനുള്ള അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ അസാബ അഹദകും മുസീബ ഫലിയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ മിൻ അഅ്ദമിൽ മസാഇബ്. നിങ്ങളിൽ ആർക്ക് എന്ത് നഷ്ടമുണ്ടായാലും അവൻ ഞാൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ച്, എന്റെ വഫാത്തോട് അവന് സംഭവിച്ചിട്ടുള്ള മുസീബത്തിനെ കുറിച്ച് ഓർത്തുകൊള്ളട്ടെ. അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. ഏതേത് നഷ്ടം മുസീബത്ത് നമുക്കുണ്ടായോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി, അവിടുന്ന് വഫാത്തായി പോയി എന്നതിനോളം വലിയ മറ്റൊരു മുസീബത്തുമില്ല. ഒരു കവി പാടിയിട്ടുള്ളതുപോലെ, ഫമാ ഫഖദൽ മഅദൂന മിസ്ല മുഹമ്മദിൻ വലാ മിസ്ലഹു ഹത്തൽ ഖിയാമത്തി യുഫ്ഖദു. കഴിഞ്ഞുപോയ ഒരാൾക്കും ഒരു കൂട്ടർക്കും മുഹമ്മദിനെ നഷ്ടപ്പെട്ടതുപോലെ ഒരു നഷ്ടമുണ്ടായിട്ടില്ല. ഇനി ഒരു കൂട്ടർക്കും അന്ത്യനാൾ വരെ അങ്ങനെ ഒരു നഷ്ടം വരാനുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം.
الاثنين قضى يقينا إذ أكمل 63 والدفن في بيت ابنة الصديق في موضع الوفاة عن تحقيق ومدة التمريض 5 شهر وقيل بل 3 و5 فدري وتمت الأرجوزة المئية في ذكر حال أشرف البرية صلى عليه الله ربي وعلى أصحابه وآله ومن تلا. ഈ കവിതയിൽ അവസാനത്തെ വരികളാണിത്. വയൗമൽ ഇത്നൈനി ഖദാ യഖീനൻ ഇദ് അക്മല 63 63 വയസ്സ് പൂർത്തിയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. والدفن في بيت ابنة الصديق في موضع الوفاة عن تحقيق റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വെച്ച് വഫാത്തായോ അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹയുടെ മകൾ ആയിഷയുടെ വീട്ടിൽ റളിയല്ലാഹു അൻഹ വഅർദാഹ അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയത്. മുദ്ദത്തു തംരീദ് നബിയുടെ രോഗം ഉണ്ടായിരുന്ന കാലയളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗത്തിലായിരിക്കെ കഴിച്ചു കൂട്ടിയത് 5 ഷഹറിൻ. ഒരഭിപ്രായം എന്താണ്? ഒരു മാസത്തിന്റെ 5/2. ഒരു മാസത്തിന്റെ 5/2 എന്നാൽ 12 ദിവസം. ഒരു മാസം 5 ഒന്നാക്കി തിരിച്ചാൽ എത്ര ദിവസവും? 6 ദിവസം. 5/2 എന്നാൽ 12 ദിവസം. 12 ദിവസമാണെന്ന് അഭിപ്രായമുണ്ട്. വഖീല ബൽ 3 و5 ഫദ്രി. അതുപോലെ സുൽസുൻ എന്നാൽ 3/1 അഥവാ 10 ദിവസവും വഖുംസുൻ അതുപോലെ 5/1 അഥവാ 16 ദിവസം എന്നും അഭിപ്രായമുണ്ട്. വേറെയും അഭിപ്രായമുണ്ട് 13 ദിവസമായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം തുടങ്ങിയത് എപ്പോഴാണ് എന്നത് കണക്ക് കൂട്ടുന്നതിലുള്ള നിസ്സാരമായ അഭിപ്രായ വ്യത്യാസം മാത്രമാണ്. وتمت الأرجوزة المئية في ذكر حال أشرف البرية. അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിക്കുന്ന ഈ കവിത ഇവിടെ പൂർത്തിയാകുന്നു. صلى عليه الله ربي وعلى أصحابه وآله ومن تلا. صلاة سلام ചൊല്ലിക്കൊണ്ട് ഇബ്നു അബിൽ അസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് ഇത് അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഹാബത്ത് റളിയല്ലാഹു അൻഹും സഖീഫത്തു ബനി സാഇദ എന്ന സ്ഥലത്ത് മസ്ജിദിനടുത്തുള്ള സ്ഥലത്ത് ചേരുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത ഖലീഫയായി അവർ നിശ്ചയിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് അവിടുത്തെ ഖബറടക്കുന്നതിന് മുമ്പായിരുന്നു ഇത്. അത് സഹാബത്തിന്റെ ദീനിലുള്ള വിജ്ഞാനവും അവരുടെ ദീനിലുള്ള അവഗാഹവും അവരുടെ നന്മയും സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതല്ലാതെ ചില വിവരദോഷികൾ വിചാരിക്കുന്നത് പോലെ ആദ്യം അധികാരത്തിന്റെ കാര്യം അവർ ചർച്ച ചെയ്യാൻ കൂടിയതല്ല. അത് വിവരക്കേടാണ് അവരുടെ. കാരണം അത് ചെയ്യുക എന്നത് സഹാബത്ത് ചെയ്ത വലിയ നന്മയാണ്. കാരണം രാജ്യത്ത് ഇസ്ലാമിക സമൂഹത്തിൽ ഭരണാധികാരിയില്ലാതിരിക്കുക എന്ന് പറയുന്നത് വലിയ മുസീബത്താണ്. മുസ്ലിമീങ്ങൾക്കൊരു ഇമാം ഇല്ലാതിരിക്കുക എന്നത് വലിയ മുസീബത്താണ്. ഒരുപാട് മുസീബത്തുകൾ അരാജകത്വം ഉണ്ടാകാനുള്ള വഴിയാണ്. അത് അടക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറടക്കത്തെക്കാൾ മുൻതൂക്കം കൊടുക്കേണ്ടതാണ് എന്നത് സഹാബത്തിന്റെ ദീനിലെ അവഗാഹമാണ് കാണിക്കുന്നത്. അവരുടെ അറിവാണത് കാണിക്കുന്നത്. അതല്ലാതെ അവർ ചെയ്ത മോശമായ കാര്യമല്ല, അവരുടെ നന്മയാണത്. നന്മകളെ മോശമായി മനസ്സിലാക്കാൻ മാത്രം ആളുകൾക്ക് അവരുടെ ബുദ്ധി തലതിരിഞ്ഞു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സഹാബത്ത് റളിയല്ലാഹു അൻഹു അവിടെ കൂടുകയും എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനെ അടുത്ത ഖലീഫയായി നിശ്ചയിക്കുകയും ചെയ്തു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം അവർ കുളിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം കുളിപ്പിക്കുമ്പോൾ അവർക്ക് ഇടയിൽ സംസാരമുണ്ടായി. എന്ത് ചെയ്യണം? സാധാരണ മയ്യിത്തുകൾ കുളിപ്പിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം അഴിച്ച് കുളിപ്പിക്കണോ? ആ സമയത്ത് അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു. സഹാബത്തിന് മുഴുവൻ ഒരു മയക്കം ബാധിക്കുകയുണ്ടായി. അവിടെ കൂടിയ സഹാബികൾക്കെല്ലാം ഒരു തരം മയക്കം ബാധിച്ചു. അങ്ങനെ അവരെല്ലാം നിന്ന നിൽപ്പിൽ തല താഴ്ത്തി ഉറങ്ങാൻ തുടങ്ങി. അപ്പോഴത് അവിടെ ആരെന്നറിയാത്ത ഒരു ശബ്ദം കേൾക്കുകയാണ്. അള്ളാഹു അങ്ങനെ ഒരു ശബ്ദം അവരെ കേൾപ്പിച്ചു. എന്താണത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം അടിക്കാതെ നബിയെ കുളിപ്പിക്കുക എന്നൊരു ശബ്ദം അവർ കേട്ടു. അങ്ങനെ സഹാബത്ത് റളിയല്ലാഹു അൻഹും വസ്ത്രം അടിക്കാതെ വസ്ത്രത്തിന് മുകളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചു. ഹദീസുകളിൽ സ്ഥിരപ്പെട്ട പരമ്പരയോടെ വന്നിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കാൻ ഉണ്ടായിരുന്നത് സഹാബിമാരിൽ അലി, അബ്ബാസ്, അതുപോലെ അബ്ബാസിന്റെ മക്കളായ അൽ ഫദ്ൽ, ഖുഥം, പിന്നെ ഉസാമത്ത് ഇബ്നു സെയ്ദ്, അതുപോലെ ശുക്രാൻ എന്നും സാലിഹ് എന്ന പേരുള്ള ശുക്രാൻ എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായിരുന്ന മറ്റൊരു സഹാബിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചത്. നബിയെ കുളിപ്പിക്കുമ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം വളരെ പ്രസിദ്ധമാണ്. മാ അത്യബക ഹയ്യം വമയ്യിത. അല്ലാഹുവിന്റെ റസൂലെ, ജീവിച്ചിരിക്കുകയും മരണപ്പെട്ട ശേഷവും അങ്ങ് എത്ര വിശിഷ്ടനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലോ മറ്റോ സാധാരണ മരിച്ച ആളുകളിൽ കാണാവുന്ന മോശമായ ഒന്നും കാണാൻ, അഭംഗിയുള്ള ഒന്നും കാണാനില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അത്യബക ഹയ്യ വമയ്യിത. അല്ലാഹുവിന്റെ റസൂലെ, ജീവിച്ചിരിക്കുകയും മരണശേഷവും അങ്ങ് എത്ര വിശിഷ്ടനാണ് എന്ന് പറയുകയുണ്ടായി. 3 തുണിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തു. എങ്ങനെയാണ് നബിയുടെ ജനാസ ആളുകൾ നിസ്കരിച്ചത്? ബാക്കിയുള്ളവരുടെ ജനാസ നിസ്കരിച്ചതുപോലെയല്ല. ആരും ഇമാമായി നിൽക്കാതെ ഓരോരുത്തരായി വരികയും നിസ്കരിക്കുകയും തിരിച്ചു പോവുകയും. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ നിസ്കാരം നടന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് ആളുകൾ പല നാടുകളിൽ നിന്നും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മയ്യിത്ത് നിസ്കരിച്ചു പോയി. ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനാസ നിസ്കരിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അനുസരിച്ച് ഓരോ നബിയെയും അള്ളാഹു ഏത് ഭൂമിയിൽ ഖബറടക്കണമെന്ന് അവൻ ഇഷ്ടപ്പെടുന്നു ആ ഭൂമിയിൽ വെച്ചാണ് മരിപ്പിക്കുക എന്ന ഹദീസ് അനുസരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബർ ഒരുക്കുകയുണ്ടായി. ആ ഖബർ കുഴിക്കാൻ വേണ്ടി എങ്ങനെ ഖബർ വേണം? ഖബർ 2 രീതിയിൽ കുഴിക്കും. ഒന്ന് ലഹദും, മറ്റൊന്ന് ഷഖും. ലഹദ് എന്നാൽ ഒരു കുഴി കുഴിച്ച് വശത്തേക്ക് മറ്റൊരു കുഴി കുഴിക്കുക. അറബ് നാടുകളിലൊക്കെ ചെയ്യുന്ന ഖബറിന്റെ രീതി, അതാണ് കൂടുതൽ ശ്രേഷ്ഠം. മറ്റൊന്ന് ഷഖാണ്, അത് നമ്മുടെ നാട്ടിലുള്ള ഖബർ കുഴിക്കുന്ന രീതി. ഒരു കുഴി കുഴിച്ച് അതിന്റെ താഴെ മറ്റൊരു ചെറിയ കുഴി കുഴിക്കുക. രണ്ടും അനുവദനീയമാണ്, രണ്ടും തെറ്റല്ല. പക്ഷെ കൂടുതൽ നല്ലത് ലഹദാണ് എന്നാണ്. പക്ഷെ ഇതിൽ ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരുക്കണം എന്നതിൽ ചർച്ചയുണ്ടായപ്പോൾ സഹാബത്ത് എന്ത് ചെയ്തു? അവർ തീരുമാനിച്ചു, നമുക്ക് 2 കുഴിക്കുന്ന ആളെയും വിളിക്കാൻ ആളെ പറഞ്ഞയക്കാം. ആരാണ് ആദ്യം വരുന്നത്? അഥവാ 2 രീതിയിൽ കുഴിക്കുന്നവരുണ്ട്, ഷഖ് കുഴിക്കുന്നവരുണ്ട്, ലഹദ് കുഴിക്കുന്നവരുണ്ട്. 2 പേരെ വിളിക്കാനും ആളയക്കാം. ആദ്യം ആര് വരുന്നു അവർ കുഴിച്ചുകൊള്ളട്ടെ. അങ്ങനെ ലഹദിന്റെ ആളാണ് ആദ്യം വന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ അത് ലഹദ് രൂപത്തിലായിരുന്നു. അഥവാ അറബ് നാടുകളിലൊക്കെ ഉള്ള ഖബറിന്റെ രൂപം. ഒരു കുഴി കുഴിച്ച് വശത്തേക്ക് മറ്റൊരു കുഴി കുഴിക്കുക എന്ന രൂപം ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്. അങ്ങനെ തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. തിങ്കളാഴ്ച പകൽ കഴിഞ്ഞു, ചൊവ്വാഴ്ച പകൽ കഴിഞ്ഞു, ബുധനാഴ്ചയുടെ രാത്രി എന്ന് പറഞ്ഞാൽ ബുധന്റെ പകലാകുന്നതിന് മുമ്പുള്ള രാത്രി, ചൊവ്വ പകലിന് ശേഷമുള്ള രാത്രിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ഖബറടക്കമുണ്ടായത്. അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഈ 47 ദർസുകളിൽ ഈ സീറയുടെ ഉർജൂജ നമ്മൾ പൂർത്തിയാക്കിയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വങ്ങളും നബിയുടെ സ്വഭാവ ഗുണവിശേഷണങ്ങളും പറഞ്ഞ് അവസാനിക്കുക നമുക്ക് സാധ്യമായ കാര്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്മകൾ പറയാൻ നമ്മുടെ ജീവിതം ഒന്നാകെ മാറ്റിവെച്ചാലും അത് പൂർത്തിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്മകൾ അത്രയും അധികമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്കുള്ള അത് പഠിക്കാനുള്ള ഒരു വലിയ സഹായം മാത്രമാണിത്. ഇതിനു മുമ്പുള്ള ദർസുകൾ കേട്ടിട്ടില്ലാത്തവർ അത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجمعنا في جنتك مع نبيك محمد صلى الله عليه وسلم والنبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.